ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ചന്ദ്രബോസ് രോഹിത്തിനോടും സുസ്മിതയോടും പറയുക, ഇതാണ് ACP ചന്ദ്രബോസ്. അതായത് ഞാൻ ഒരാൾക്കും അങ്ങനെ പിടികൊടുക്കില്ല, ഒരുത്തനും അങ്ങനെ പിടികൊടുക്കുകയില്ല. ചെയ്യേണ്ടതെല്ലാം നല്ല വെടിപ്പായിട്ട് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് രോഹിത്തിനോട് പറയുക, ഡാ കൂടെ നിന്നാൽ കൂട്ടാളിയാക്കാം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൂട്ടുപ്രതിയാക്കും. അതും കൂടാണ് ഈ ചന്ദ്രബോസ്, അറിയാവല്ലോ നിനക്ക്. എന്നിട്ട് കയ്യിലിരിക്കുന്ന സിഗരറ്റ് ലാമ്പെടുത്ത് കത്തിച്ച് രോഹിത്തിന്റെ മുഖത്തോട്ട് ഇങ്ങനെ തീ കാണിച്ചിട്ട് ഊതിക്കെടുത്തുന്നു. എന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ നിന്നെ ഇല്ലാതാക്കുമെന്ന്, മനസ്സിലായോടാ എന്നും പറഞ്ഞ് തുറിച്ചൊരു നോട്ടം നോക്കിയിട്ട് അങ്ങ് പോവാണ്. ഹോസ്പിറ്റലിലാണെങ്കിൽ ICUവിൽ ശാലിനിക്ക് ഇതുവരെയും ബോധം തെളിഞ്ഞിട്ടില്ല. ICUവിന്റെ വാതക്കൽ വിഷ്ണു ഇങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുവാണ്. അവന്റെ പ്രാണപ്രിയയാണ് ICUവിൽ ജീവന് വേണ്ടി പോരാടുന്നത്. ഇതൊന്നും അറിയാതെ നമ്മുടെ ശാരദാമ്മ ഇരുന്ന് ചക്ക വെട്ടിപ്പൊളിച്ച് വൃത്തിയാക്കുകയാണ്. ആഗ്രഹം കൊണ്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ പറയും. പാടുപെട്ട് ഞാനതെല്ലാം ഉണ്ടാക്കിയും വെക്കും. പക്ഷെ അവൾക്ക് കഴിക്കാൻ എവിടെയാ നേരം? ഈ ഓട്ടമല്ലേ നിർത്താതെയുള്ള ഒരു ഓട്ടം. എന്നാൽ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കി വെക്കുന്ന സാധനം രാത്രി വന്ന് കഴിക്കുവോ? അതുമില്ല. ക്ഷീണമാണ്, വേണ്ടാന്നും പറഞ്ഞങ്ങ് കയറി അങ്ങ് കിടക്കും. ഇന്നെന്തായാലും ഇങ്ങോട്ട് വരട്ടെ. ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ പുഴുക്ക് ഇന്ന് അവളെ കൊണ്ട് കഴിപ്പിച്ചിട്ടേ ഞാൻ കിടത്തു. ഒരു ചക്ക പറിക്കാൻ എത്രത്തോളം കഷ്ടപ്പെട്ടാ ഞാനിത് പറിച്ചതെന്നറിയാവോ? എന്തായാലും കളക്ടർ സാറിന്റെ ഒരിടവും ഇന്ന് നടക്കില്ല. ഇന്നിത് ഞാൻ കഴിപ്പിച്ചിട്ടേ അടങ്ങും. ശാന്ത അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ശാരദാമ്മയെന്ന് വിളിച്ചോണ്ടാണ് ഓടി വരവ്. എന്താടി ശാന്ത ഇങ്ങനെ ഓടിപ്പടച്ച് വരുന്നത്? ഹോട്ടലിലെ പണിക്ക് വരാൻ കുറച്ച് വൈകി ഇല്ലേ? സാരമില്ല ശാന്തേ, ഇത് കണ്ടോ, ഇന്നലെ ഇട്ട ചക്കയാ. ഇന്നിതുകൊണ്ട് പുഴുക്കുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാ ശാലിനി പോയിരിക്കുന്നത്. ഞാനിതൊന്ന് തീർത്തിട്ട് കടയിലോട്ട് വരാം. ശാന്ത വെപ്രാളത്തോടെ പറയുക, അതല്ല ശാരദാമ്മേ. എന്താ ശാന്തേ, എന്തു പറ്റി നിനക്ക്? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ശാരദാമ്മേ, വഴിയിൽ കണ്ട ആൾക്കാരാ പറഞ്ഞത്. TV-യിലെ ന്യൂസിലും ഉണ്ടെന്നാ പറഞ്ഞത്. ശാരദാമ്മേ, അതൊക്കെ ശരിയാണോന്നൊന്നും എനിക്കറിയില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനത് കേട്ടിട്ട് ഇങ്ങോട്ട് ഓടി വരുവാ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ ശാന്തേ, ആളുകളെ ഇട്ട് വെപ്രാളം പിടിപ്പിക്കാതെ. അത് ശാരദാമ്മേ, ശാലിനി കുഞ്ഞിന്. ശാലിനിക്ക് എന്താ? നീ എന്താന്ന് വെച്ചാ പറ ശാന്തേ. ശാലിനി കുഞ്ഞിനെ ആരോ കുത്തിയെന്ന്. അയ്യോ എന്റെ ദൈവമേ, എന്തായി പറയുന്നേ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്നാ പറയുന്നേ. എന്റെ ദൈവമേ, എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ. അയ്യോ എന്റെ ശാലിനി മോള്. വിഷമിക്കണ്ട ശാരദാമ്മേ, വലിയ ആഴത്തിലുള്ള മുറിവൊന്നും കാണില്ല. ന്യൂസിൽ അവരൊക്കെ വല്ലതുമൊക്കെ പറയും. എന്താണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, എനിക്കിപ്പോൾ എന്റെ മോളെ കാണണം. ശാന്ത ഏത് ഹോസ്പിറ്റലിലാണെന്ന് വല്ലതും അറിയാവോ? അതൊന്നും എനിക്ക് അറിയില്ല ശാരദാമ്മേ. നീ ഒന്ന് വന്നേ ശാന്തേ, നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം എന്നും പറഞ്ഞ് ശാരദാമ്മയും ശാന്തയും കൂടെ ഓടുവാണ് അങ്ങോട്ട്. ICUവിൽ ഡോക്ടർ ശാലിനിയെ പരിശോധിക്കുന്നുണ്ട്. ശാലിനിക്ക് ഇതുവരെയും ബോധം വരികയോ കണ്ണു തുറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ICUവിൽ നിന്ന് പുറത്തോട്ട് വന്ന ഡോക്ടറെ അടുത്തോട്ട് വിഷ്ണു ഓടുവാണ്. ഡോക്ടറെ, എൻ്റെ ശാലിനിക്ക് അത് കുറച്ച് ബ്ലഡ് ആവശ്യമായിട്ട് വരും. അതിനുള്ള സംവിധാനം ഉടനെ അറേഞ്ച് ചെയ്യണം. ഡോക്ടറെ, എൻ്റെ ശാലിനിക്ക് ഇപ്പോൾ എന്താ അവസ്ഥ? ഇപ്പോൾ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ധാരാളം ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുക. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പരിധി ഇല്ലാതെ സഹായിക്കാൻ പറ്റുന്നത് ഈശ്വരന് മാത്രമാണ്. ഡോക്ടറുടെ ആ വാക്കുകൾ കേട്ട് വിഷ്ണു അങ്ങ് തകർന്നു നിൽക്കുവാണ്. സങ്കടപ്പെട്ട് നിൽക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തോട്ട് അനു ചെന്നിട്ട് സമാധാനിപ്പിക്കുവാണ്. സാറ് ടെൻഷൻ അടിക്കാതെ, എല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തോളാം. അനു അങ്ങനെ ഫോൺ ചെയ്ത് ആർക്കൊക്കെയോ വേണ്ട നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ വിഷ്ണു ഒരു ജീവശവം പോലെ ആ ICUവിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുവാണ്. ആകെ തകർന്നു നിൽക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തോട്ട് ACP ചന്ദ്രബോസ് വരുന്നുണ്ട്. ചന്ദ്രബോസ് വന്നതും അനുവിനോട് ചോദിക്കുന്നു, കളക്ടർക്ക് എങ്ങനെയുണ്ട്? സീരിയസ് ആണോ? അത് കേട്ടിട്ട് അനുവിനൊന്നും മിണ്ടാൻ തോന്നുന്നില്ല. അനു ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. ചന്ദ്രബോസ് വളരെ സന്തോഷത്തോടെ പറയുക, ഈ മീഡിയക്കാരുടെയൊക്കെ വായടപ്പിക്കേണ്ട സമയമായി. തെറ്റായ വാർത്തകളാണെന്നേ ഈ ചാനലിലെല്ലാം പടച്ചുവിടുന്നത്. ഇതെല്ലാം നമ്മുടെ വിഷ്ണു അവിടെ കേട്ട് തരിച്ചു നിൽക്കുവാണ്. ചന്ദ്രബോസ് വീണ്ടും ഇരുന്നുകൊണ്ട് പറയുക, ആള് തീർന്നെന്ന് വരെ വേണമെങ്കിലും മീഡിയക്കാർ പറയും. ഞാൻ ആ ഞെട്ടലില്ല ഇങ്ങോട്ട് വന്ന് കയറിയത് തന്നെ. ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയണമല്ലോ. അത്രയും നേരം ദേഷ്യം അടക്കി പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന വിഷ്ണു പറയുക, എൻ്റെ ഭാര്യ ചത്തോന്നറിയണം അല്ലേ? ചന്ദ്രബോസ് ഒരു ഹാസ്യ ചിരിയോടെ കണ്ടോ വിഷ്ണുവും തെറ്റിദ്ധരിച്ചു. എനിക്കാണെങ്കിൽ അല്ലെങ്കിലും വലിയ കഷ്ടകാലമാണ്. ഈ നാവ് കൊണ്ടേ ഒരുപാട് പഴികൾ കേൾക്കുമെന്ന വാരഫലം പറയുന്നത്. വിഷ്ണു ചന്ദ്രബോസിന്റെ അടുത്തോട്ട് പല്ല് കടിച്ചു പിടിച്ചോണ്ട് പറയുക, ഇതൊരു ഹോസ്പിറ്റലായി പോയി, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പം തന്നേനെ. എടാ കുരുപ്പേ, നിന്റെ ഭാര്യ അത്യാസന്നത നിലയിലായതുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ നിന്റെ ഈ നാവാട്ടത്തിനൊക്കെയുള്ള പണിയെ ഇപ്പോഴും എൻ്റെ ഉണ്ടടാ. ഇതേ ഓൾഡ് സ്റ്റോക്ക് ഒന്നും അല്ല, ന്യൂ സ്റ്റോക്കാ.
അതുകൊണ്ട് അധികം കിടന്നൊന്നും നീ നെകളിക്കണ്ട. ചന്ദ്രബോസേ, പിടി വിട്ട് നിൽക്കുവാ ഞാൻ. എന്റെ കൺമുന്നിൽ ഇപ്പോഴും ഉള്ളത് എന്റെ ശാലിനിയെ കുത്തിയവന്റെ ചിത്രം മാത്രമാ. അതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടാ ഇനിയുള്ള എന്റെ നീക്കം. അതിനു മുൻപ് അവന്റെ പിന്നിലുള്ള പ്രമാണിമാരുടെ കൂട്ടത്തിൽ നിന്റെ പേര് പതിയാതിരിക്കാൻ നീ ഒന്ന് പ്രാർത്ഥിച്ചോ. പതിഞ്ഞാൽ പിന്നെ നീ ഇല്ല ചന്ദ്രബോസേ. പറയുന്നത് ഈ വിഷ്ണുവാ. അങ്ങനെ എന്റെ പേര് പതിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ അങ്ങ് തീർക്കുവാടാ. ചന്ദ്രബോസ് അടിയേരെന്ന് വാങ്ങിച്ചേ പോകൂ. അതിനൊക്കെയുള്ള ടൂൾ നിന്റെ മടിത്തെറുപ്പിലുണ്ടോടാ? ഉണ്ടെങ്കിൽ നീ അതെടുത്തൊന്ന് മൂർച്ച കൂട്ടി വെച്ചോ. നിന്റെ തിരക്കിട്ട തിരച്ചിലിനിടയിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. പക്ഷെ അപ്പം നിനക്ക് ആയുധം എടുത്ത് പ്രയോഗിക്കാനായിട്ട് നിന്റെ മുട്ടൊന്ന് നിവർന്നു നിൽക്കാൻ ഇപ്പോഴേ നീ മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടി വരും. കാരണം എനിക്കെതിരെ നീ തിരിയുന്നതിന് മുൻപ് നിന്റെ ഈ മുട്ടി ഞാൻ ഇഞ്ഞെടുക്കും. അത് മുഴുക്ക പറഞ്ഞു തീർന്നില്ല. ഡാ എന്നും പറഞ്ഞ് ചന്ദ്രബോസിന്റെ കോളറെ പിടിച്ച് വലിച്ച് ഭിത്തിയോടെ ചേർത്തൊരിടി. അമലനാണെങ്കിൽ വേണ്ട ആശാനെ, വിട് ആശാനെ, വേണ്ട ആശാനെ, ആശാനെ വേണ്ട ആശാനെ, വാ ആശാനെ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ച് വലിച്ചങ്ങ് കൊണ്ടുപോവാണ്. നിന്നെ ഞാൻ വെച്ചേക്കത്തില്ലടോ, വിഷ്ണുവാടാ പറയുന്നേ. വിഷ്ണു അലറിക്കൊണ്ട് പോവാണ്. പ്രശ്നങ്ങളൊന്നും കൂടുതൽ ഗുരുതരമാകരുതല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് അനു ചെന്നിട്ട് പറയുന്നു, സോറി സാർ, ഇവന്റെ ഭാര്യയെ ഏതോ കാട്ടുകള്ളന്മാര് കുത്തിയെന്ന് വിചാരിച്ച് ഇവൻ എന്തിനാ എന്റെ നെഞ്ചത്തോട്ട് കയറുന്നത്? ഇങ്ങനത്തെ ഒരു സാഹചര്യമായി പോയി. അല്ലെങ്കിൽ പോലീസുകാരന്റെ യൂണിഫോമിൽ തൊട്ടതിന് അവന്റെ കൈ ഞാൻ വെട്ടിയാനെ. അനു പറയുക, സാറേ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു പോയതാ. സാറ് ക്ഷമിക്കണം. എടോ, അതുകൊണ്ടാണ് ഞാൻ അവന്റെ പേരിൽ ഇപ്പൊ ആക്ഷൻ ഒന്നും എടുക്കാത്തത്. പക്ഷെ ഇത് കഴിയുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഞാൻ അവന് കൊടുക്കുന്നുണ്ട്. പക്ഷെ സാറേ, ഇവിടുത്തെ ലോക്കൽ പോലീസ് ഞങ്ങൾക്ക് ഒരു സഹായവും ചെയ്തു തന്നിട്ടില്ല. കളക്ടർക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്ന് അറിഞ്ഞിട്ട് പോലും അവര് വന്നത് അല്പം മുൻപാണ്. അക്കാര്യം ഞാൻ അന്വേഷിക്കാം. പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നടപടി എടുത്തിരിക്കും. കമലനാണെ വിഷ്ണുവിനെ വെളിയിലിട്ട് പിടിക്കുവാണ്. ആശാനെ, ഇപ്പൊ ഒന്നിനും പോകണ്ട, ഇപ്പൊ ഒന്നും ചെയ്യാൻ പോകരുത്. ഇപ്പോൾ നമ്മൾ കൂടെ അകത്തായാൽ ചേട്ടത്തിയമ്മയുടെ കാര്യം ആര് നോക്കും? അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, എന്റെ ആശാൻ തൽക്കാലം ഒന്ന് ക്ഷമിക്കേ. പുറത്തോട്ട് വന്ന ACP ചന്ദ്രബോസ് വിഷ്ണുവിനെ ഒന്ന് നോക്കുന്നുണ്ട്. വിഷ്ണുവാണെ അവനെ കൊല്ലുന്ന ദേഷ്യത്തിൽ തിരിച്ചു നോക്കുന്നുണ്ട്. ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടും ശാലിനിയുടെ കാര്യത്തിൽ ഡോക്ടേഴ്സ് ഒന്നും പറയുന്നില്ല. വിഷ്ണു ആകെ അസ്വസ്ഥതയിൽ നിൽക്കുവാണ്. ശാരദാമ്മ കരഞ്ഞോണ്ട് ഓടി അലച്ചങ്ങോട്ട് വരുന്നുണ്ട്. മോനെ വിഷ്ണു, ശാലിനിക്ക് എന്തു പറ്റി? ശാലിനിക്ക് എന്തെങ്കിലും കാര്യമായ കുഴപ്പമുണ്ടോ? വിഷ്ണുവിനൊന്നും പറയാൻ പറ്റാതെ വിഷ്ണു സങ്കടം അടക്കി പിടിച്ച് നിൽക്കുവാണ്. പേടിക്കാനൊന്നും ഇല്ലെന്ന് അമ്മയെ പറഞ്ഞത്. പിന്നെ ബ്ലഡ് കുറച്ച് കൂടുതൽ പോയിട്ടുണ്ട്. ICUവിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോക്ടറോട് വിഷ്ണു ഓടിപ്പോയി ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ, ശാലിനി ഇപ്പോഴും അൺകോൺഷ്യസ് ആണ്. ധാരാളം ബ്ലഡ് പോയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ശാരദാമ്മ ദൈവങ്ങളെ വിളിച്ച് വിങ്ങി പൊട്ടിക്കരയുവാണ്. വിഷ്ണുവാണെങ്കിൽ ചങ്ക് തകർന്നിങ്ങനെ നിൽക്കുവാണ്. പപ്പിമോളെ സ്കൂളിൽ വിളിക്കാൻ പിള്ളച്ചേട്ടൻ ചെന്നിട്ടുണ്ട്. പിള്ളച്ചേട്ടൻ സത്യയോട് ചോദിക്കുന്നു, എന്താ സത്യം മോളെ വിളിക്കാൻ അമ്മ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. രാവിലെ മോളെ കൊണ്ടുവന്നാക്കിയപ്പോ ശാലിനി കുഞ്ഞു വല്ലതും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല. പിന്നെന്താ വൈകുന്നത്? അങ്ങനെ വൈകാറുള്ള ഒരാളല്ലല്ലോ. പപ്പിമോള് പറയുക, സത്യേ, നീ ഫോൺ വിളിച്ചു നോക്കിയായിരുന്നോ? ഏതോ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണെന്ന് തോന്നുന്നു. റിങ് പോലും പോകുന്നില്ല. ചിലപ്പോഴിങ്ങോട്ട് വരുമായിരിക്കും സത്യേ. പിള്ളച്ചേട്ടൻ പറയുക, സത്യാമ്മയാണെങ്കിൽ അവിടെ സമയം നോക്കി ഇരിക്കുമായിരിക്കും. അങ്ങോട്ട് ചെല്ലേണ്ട സമയം കഴിഞ്ഞാൽ പിന്നെ ഫോൺ വിളി തുടങ്ങും. പിന്നാണെങ്കിലോ വൈകിയതിൻ്റെ കാരണം എല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. സത്യമോള് പറയുക, എന്നാൽ അങ്ങനെയാണെങ്കിലേ പപ്പിയെ കൊണ്ട് രമണനെങ്കിൽ പൊയ്ക്കോ, ഞാൻ അമ്മ വരുന്നത് വരെ ഇവിടെ നിന്നോളാം. അയ്യോ, അത് വേണ്ട മോളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോയെന്ന് രാഘവൻ സാർ അറിഞ്ഞാൽ പിന്നെ അത് മതി. എനിക്ക് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ചെവി കേൾക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും തക്കതായ കാരണം കാണും, അല്ലാതെ ശാലിനി കുഞ്ഞിങ്ങനെ വരാൻ താമസിക്കത്തില്ല എന്നിങ്ങനെ പിള്ളച്ചേട്ടൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശാലിനിയുടെ കാറ് വരുന്നുണ്ട്. അതേണ്ട അമ്മ വരുന്നുണ്ടല്ലോ, എന്തായാലും ഭാഗ്യമായി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം അല്ലേ പപ്പിമോളെ എന്നിങ്ങനെ പിള്ളച്ചേട്ടൻ പറയുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് അനുവാണ്. അനു ധൃതിയിൽ ഓടി വന്നിട്ട് സത്യമോളോട് പറയാം, മോളെ വാ നമുക്ക് പോകാം. എന്ത് പറ്റി അമ്മയ്ക്ക്? അത് മോളെ, അമ്മയ്ക്ക് ചെറിയൊരു തലകറക്കം. വന്ന് വണ്ടി കയറി, നമുക്ക് ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. പിള്ളച്ചേട്ടൻ ചോദിക്കുക, എന്താ കുഞ്ഞെ ശാലിനി കുഞ്ഞിന് പറ്റിയത്? വരാൻ വൈകിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമെന്ന്. തലകറക്കമെന്ന് വെച്ചാൽ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുവാണോ? അനുവിന് കുട്ടികളുടെ മുന്നിൽ വെച്ച് പിള്ളച്ചേട്ടനോടൊന്നും പറയാൻ പറ്റുന്നില്ല. അനു വന്നിട്ട് സത്യയോടും പപ്പിയോടും പറയുന്ന, മക്കൾ ആ കാറിൻ്റെ അടുത്തോട്ട് പോകുന്നു. എന്നിട്ട് അനു പിള്ളച്ചേട്ടനോട് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങൾ അറിയാതിരിക്കാനാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ശാലിനി മേഡത്തിനെതിരെ ഒരു അറ്റാക്ക് ഉണ്ടായി. അയ്യോ, അറ്റാക്കോ? ഒരു ബഹളത്തിനിടയിലെ മേഡത്തിനെ ഒരാൾ കുത്തി. അയ്യോ എൻ്റെ ദൈവമേ, എന്തുവായി കേൾക്കുന്നത്? ശാലിനി മേഡം ICUലാ.
എൻ്റെ ഈശ്വര, മുറിവ് കാര്യമായിട്ടുണ്ടോ മോളെ? ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് എന്നും പറഞ്ഞ് ഞാനും അങ്ങ് പോവുകയാണ്. രാഘവേട്ടൻ വീടിൻ്റെ ഉമ്മറത്ത് വന്നിരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അച്ഛൻ ഇവിടെ വന്നിരിക്കുവാണോ എന്നും പറഞ്ഞ് ശ്യാമ രാഘവേട്ടന് ചായയും കൊണ്ട് വന്നിരിക്കുവാണ്. മോളെ ശ്യാമയെ, നീ അവിടെ നിന്ന് നിന്നേ, എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിന്ന് ക്ഷേത്രത്തിൽ വെച്ച് മോടെ അമ്മയെ കണ്ടിരുന്നു. നിന്റെയും പപ്പിയുടെയും വിശേഷങ്ങളൊക്കെ ചോദിച്ചു. വിശേഷങ്ങളൊന്നും പറയാനൊക്കത്തില്ലല്ലോ, ദുരന്തങ്ങളല്ലേ നടക്കുന്നത്. അച്ഛാ, പപ്പിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകാതെ നിൽക്കുക ഞാൻ. അവളുടെ അടുത്ത് അവളുടെ അച്ഛൻ എന്താ വരാത്തതെന്ന് ഞാൻ എന്തു പറഞ്ഞാണ് അച്ഛാ മനസ്സിലാക്കുന്നത്? എന്ത് കാരണമാ അച്ഛാ ഞാൻ പറയുന്നത്? ഇത് തന്നെ ശാരദാമ്മയും പറയുന്നത്. ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു. രോഹിത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോന്നാ ശാരദാമ്മ തിരക്കിയത്. എന്തു പറയണമെന്നറിയാതെ ഞാനൊരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. ഭാര്യയും മോളെയും നോക്കാതെ തന്നിഷ്ടത്തിന് നടക്കുന്നവനെയൊക്കെ കുടുംബത്ത് കയറ്റരുതെന്നേ ഞാൻ പറയൂ. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെല്ലാം ഒരാളിൻ്റെയും ആശ്രയമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരാ. അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഇവന്മാരുടെയൊക്കെ മുൻപിൽ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ളവന്മാരെ ഓർത്ത് ഒരിക്കലും ജീവിതം കരഞ്ഞു തീർക്കരുത്. ഇവിടുത്തെ അവസ്ഥയെല്ലാം മോൾക്കറിയാവല്ലോ. മുങ്ങാൻ പോകുന്ന ഒരു കപ്പലായത്. ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നവരൊക്കെ രക്ഷപ്പെടണം. ശാരദാമ്മയോട് മോളെയും കുഞ്ഞിനെയും ഇവിടെ വന്ന് വിളിച്ചോണ്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ അച്ഛാ, അത് വേണ്ട. അല്ല മോളെ, ഇനി മോൾ ഇവിടെ നിൽക്കണ്ട. ഇതൊരു ഒഴിഞ്ഞ കൂട് പോലെ കിടക്കും. ഞാൻ പറയുന്നത് മോൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അവിടെ നിന്റെ വീട്ടിലാവുമ്പോൾ പപ്പിക്ക് സത്യയുടെ ഒരു കൂട്ടുണ്ട്. മനസ്സിന് സമാധാനം കിട്ടുന്നത് എവിടെയാണോ അവിടെയാണ് നമ്മൾ പോയി നിൽക്കേണ്ടത്. ഇവിടെ നിന്നാൽ നിങ്ങൾക്കത് ഒരിക്കലും കിട്ടത്തില്ല. പപ്പിമോളുടെ പഠിത്തത്തിനും അവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ അവൻ രോഹിത്ത്, അവന്റെ കാര്യം ഇനി നോക്കണ്ട. അവനിപ്പോൾ ലഹരിയുടെ മറ്റൊരു ലോകത്താ. മദ്യവാ അവനെ ഇപ്പൊ കൊണ്ടു നടക്കുന്നത്. അതിന് കുറെ ഒത്താശക്കാരും അവനുണ്ട്. അവനവന്റെ വഴിക്ക് നടക്കട്ടെ. കുറെ കഴിയുമ്പോഴേ ഈ കൂടെ നിന്നവരും പറഞ്ഞവരും ഒക്കെ അങ്ങ് പോകും. അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അവരിവനെ അങ്ങ് പുറന്തള്ളും. ഇപ്പൊ കറങ്ങിത്തിരിഞ്ഞ് ചിലപ്പോൾ തിരിച്ചു വരും. ഇല്ലെങ്കിൽ ഏതെങ്കിലും കടത്തിൻ്റെ അന്തി ഉറങ്ങി അവിടെ തന്നെ അങ്ങ് ഒടുങ്ങുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ പോന്നവന്റെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മോളെ. എൻ്റെ മോളിനി മറ്റൊന്നും ചിന്തിക്കണ്ട. ശാരദാമ്മ വന്ന് വിളിച്ചാൽ കൂടെ പോണം. അയ്യോ അച്ഛാ, ഒന്നും പറയണ്ട, കൂടെ പോണം. നമ്മുടെ ഇവിടുത്തെ ഈ സങ്കടങ്ങളൊക്കെ അറിയാതെ ആ കൊച്ചെങ്കിലും ഒന്ന് വളർന്നു വരട്ടെ. പിള്ളച്ചേട്ടൻ പപ്പിമോളെയും കൊണ്ട് ഇങ്ങനെ സ്കൂട്ടിയിൽ വരുന്നുണ്ട്. പപ്പിമോൾ അച്ചച്ചാന്നും പറഞ്ഞ് ഓടി വന്ന് രാഘവേട്ടനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അച്ചച്ചൻ്റെ മുത്ത് വന്നോടാ. അമ്മേ, എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. മോൾ അകത്തോട്ട് ചെല്ല്. പൊന്നിയാൻ്റെ മോക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിള്ള സങ്കടത്തോടെ രാഘവേട്ടനോട് ചോദിക്കുക, സാറേ, TV-യിൽ വാർത്ത വെച്ചില്ലല്ലേ? എല്ലാ ചാനലുകളെയും കാണിക്കുന്നുണ്ടെന്നാ കേട്ടത്. എടോ, താൻ കാര്യം പറയടോ. നമ്മുടെ ശാലിനെ കുഞ്ഞിന് ചമ്പാടെ എസ്റ്റേറ്റിൻ്റെ അടുത്ത് വെച്ച് കുത്തേറ്റെന്ന്. അയ്യോ, താൻ എന്തുപാടോ പറയുന്നത്? രാഘവേട്ടൻ അങ്ങ് ഞെട്ടിപ്പോയി. ചാമയാണെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് അയ്യോ എൻ്റെ കുഞ്ഞേച്ചി. പിള്ള പറയുക, സീരിയസ് ആണെന്നാ സാറേ കേട്ടത്. അനു സത്യമോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുവാണ്. ശാരദാമ്മ ഐസിയുവിൻ്റെ മുമ്പിൽ നിന്ന് 2 കൈയും കൂപ്പി ദേവിയോട് പ്രാർത്ഥിക്കുവാണ്. എൻ്റെ ദേവി, എൻ്റെ കുഞ്ഞിനൊരാപത്തും വരുത്താതെ എനിക്ക് തിരിച്ചു തന്നേക്കണേ. എൻ്റെ പ്രാർത്ഥന കൈവിടരുതേ. എൻ്റെ കൃഷ്ണ, എന്ത് വഴിപാട് വേണമെങ്കിലും ഞാൻ വന്ന് ചെയ്തേക്കാവേ. എന്തു പ്രായച്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരണം. കമലൻ പറയും, ആശാനൊന്ന് സങ്കടപ്പെടാതിരിക്കുക ആശാനെ. എന്താടാ കമല, അവരാരും ഒന്നും പറയാത്തേ? ഞാനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് നീ ഒന്ന് ചോദിക്കും. അനുവും സത്യമോളും അങ്ങോട്ട് വരുന്നുണ്ട്. വിഷ്ണുവിനെ കണ്ട് സത്യമോള് അച്ഛാ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനി ഗുരുതരാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ശാരദാമ്മയുടെയും വിഷ്ണുവിൻ്റെയും ഒക്കെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാതിരിക്കില്ല. പെട്ടെന്ന് ശാലിനി രക്ഷപ്പെട്ടു വരുമെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.